Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. ജൈവ വൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറയിൽ തീപിടുത്തം. ഞായറാഴ്ച ഉച്ചയോടെയാണ് തീപിടുത്തമുണ്ടായത്. ഏക്കറുകളോളം പുൽമേടുകൾ കത്തിച്ചാമ്പലായി. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ഷേണായ് സ്ക്വയറിൽ പൊതുസമ്മേളനം നടന്നു. CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വർഗീയ വിരുദ്ധ ക്യാമ്പയിനും പ്രവർത്തക കൺവെൻഷനും സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ദിഷ്ണ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കശുവണ്ടി കർഷകരെ ആശങ്കയിലാഴ്ത്തി കശുമാവുകൾ കരിഞ്ഞുണങ്ങുന്നു. ഉൽപാദന സീസൺ ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ പൂക്കളും കശുമാവും കരിഞ്ഞുണങ്ങുന്നത് കർഷകർക്ക് തിരിച്ചടിയാവുന്നു. വാർത്തകൾ വിശദമായി. ജൈവ വൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറയിൽ തീപിടുത്തം. ഞായറാഴ്ച ഉച്ചയോടെയാണ് തീപിടുത്തമുണ്ടായത്. ഏക്കറോളം പുൽമേടുകൾ കത്തിച്ചാമ്പലായി. വേനൽക്കാലമായാൽ മാടായിപ്പാറയിൽ തീപിടുത്തം പതിവായിരിക്കുകയാണ്. ഞായറാഴ്ച ഉണ്ടായ തീപിടുത്തത്തിൽ ഏക്കറുകളോളം പുൽമേടുകൾ കത്തിച്ചാമ്പലായി. സസ്യജന്തുവൈവിധ്യങ്ങളും അഗ്നിക്കിരയായി. സാമൂഹ്യ വിരുദ്ധർ തീയിടുന്നതാണ് പാറയിലെ തീപിടുത്തത്തിന് കാരണമാകുന്നത്. പയ്യന്നൂരിൽ നിന്നും എത്തിയ അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ഷേണായ് സ്ക്വയറിൽ പൊതുസമ്മേളനം നടന്നു. CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിദ്യാഭ്യാസ പുരോഗതി രാജ്യത്താകെ ചിറകുയർത്തി പറക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. നമ്മുടെ യുവതലമുറ ഇവിടെ നിന്ന് എന്തുകൊണ്ട് പോകുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട്. അതിനേക കാരണം അവർക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തെയും നമ്മൾ മെച്ചപ്പെടുത്താൻ നോക്കുകയാണ്. അങ്ങനെ മെച്ചപ്പെടുത്താൻ നോക്കുമ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ തിട്ടൂരം വരുന്നത്. അതാണിപ്പോൾ UGCയുടെ കരട് ചട്ടം. അവര് പറയുകയാണ്, ഇനി മുതൽ സർവകലാശാലകളുടെ VC-മാരെ ഗവർണർ നിശ്ചയിക്കും. സർക്കാരിന് അധികാരമില്ല. ഒരു നിയമസഭയും ഒരു മന്ത്രിസഭയും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളടങ്ങുന്ന സംവിധാനം സംസ്ഥാനത്തുണ്ടായാൽ അതിന്റെ മുകളിൽ ഒരു ഗവർണർ. ജില്ലാ പ്രസിഡന്റ് K പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. സമ്മേളന അനുബന്ധ പരിപാടികളിലെ വിജയികൾക്ക് സംഘാടക സമിതി വൈസ് ചെയർമാൻ P സന്തോഷ് സമ്മാനങ്ങൾ നൽകി. MA അരുൺകുമാർ, AK ബീന, KC മഹേഷ്, PV സുരേന്ദ്രൻ, K ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വർഗീയ വിരുദ്ധ ക്യാമ്പയിനും പ്രവർത്തക കൺവെൻഷനും സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ദിഷ്ണ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു.
അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വർഗീയ വിരുദ്ധ ക്യാമ്പയിനും പ്രവർത്തക കൺവെൻഷനും AIDWS സംസ്ഥാന കമ്മിറ്റി അംഗം ദിഷ്ണ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളൊരു ഹിന്ദു, ഞാനൊരു ക്രിസ്ത്യാനി പെണ്ണ്, അതെങ്ങനെ ശരിയാവുക? അതൊക്കെ അങ്ങ് ശരിയാവുമല്ല സാറാമ്മേ. കേശവൻ നായർ മറുപടി പറയുകയാണ്. എന്നിട്ടും സംശയത്തിൽ നിൽക്കുന്ന സാറാമ്മേനെ കുറെ സോപ്പല്ലിട്ട് കേശവൻ നായർ സമ്മതിപ്പിക്കുകയാണ്. ഏരിയ പ്രസിഡന്റ് KV ലളിത അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി P ശ്യാമള, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KP ജ്യോതി, ജില്ലാ കമ്മിറ്റി അംഗം VK നിഷ, PP ലീല, PV നാരായണി, PV സുജ, ഈശ്വരി ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 76ാം റിപ്പബ്ലിക് ദിനം പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ വെച്ച് ആഘോഷിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC മെമ്പറുമായ M. നാരായണൻകുട്ടി പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 76ാം റിപ്പബ്ലിക് ദിനം പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ ആഘോഷിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. ജയരാജ് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC മെമ്പറുമായ M. നാരായണൻകുട്ടി പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി DCC സെക്രട്ടറി P. ലളിത ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. അത്തായി പത്മിനി, KP മോഹനൻ, VM പീതാംബരൻ, ME ദാമോദരൻ നമ്പൂതിരി, KT ഹരീഷ്, KV ഭാസ്കരൻ, VP കൃഷ്ണൻ മാസ്റ്റർ, പള്ളിപ്പുറം രാഘവൻ, EP ബാലകൃഷ്ണൻ, നാൽപ്പാടി ഭാസ്കരൻ, പുറച്ചേരി മോഹനൻ, അർഷാദ് കൗവായി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ടം ഉദ്ഘാടന സമ്മേളനം നടന്നു. രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാരംഗ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ടം ഉദ്ഘാടന സമ്മേളനം നടന്നു. രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാരേഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആ ശബ്ദഘോഷങ്ങളിൽ കൂടി ക്ഷേത്ര സന്നിധാനത്തിൽ എത്തിച്ചേർന്നിരിക്കും. നമ്മുടെ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഈ പെരുങ്കളിയാട്ട മഹോത്സവത്തിൻ്റെ പ്രാധാന്യം, ഇതിൻ്റെ ഉൾക്കൊള്ളുന്ന ഭൂതകാല ചരിത്രത്തിൻ്റെ അവിസ്മരണീയമായ ചരിത്രം, ഇതെല്ലാം എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് അറിയുന്നവരും മനസ്സ് സൂക്ഷിക്കുന്നവർ നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ വിശംസകളൊന്നും കടന്നു പോകും. നമ്മുടെ ക്ഷേത്രങ്ങളും ക്ഷേത്രവിശ്വാസങ്ങളും ആചാരങ്ങളും അത് ഭാരതീയ സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമാണ്. അത് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൻ്റെതല്ല. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കേരള ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് VK മോഹൻ മുഖ്യാതിഥിയായി. മുൻ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C. സത്യപാലൻ, എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK കരുണാകരൻ മാസ്റ്റർ, എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KV ഗോവിന്ദൻ, സംഘാടക സമിതി ചെയർമാൻ VK കുഞ്ഞപ്പൻ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ M. ശ്രീധരൻ മാസ്റ്റർ സ്വാഗതവും സംഘാടക സമിതി ട്രഷറർ VP മോഹനൻ നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പ്രവേശന കവാടം ഒരു വിസ്മയ കാഴ്ചയാണ്. മുച്ചിലോട്ട് ഭഗവതിയുടെ ത്രിമാന ചിത്രത്തോടു കൂടിയ പ്രവേശന കവാടം ഒരുക്കിയിരിക്കുന്നത് ജയൻ പാലറ്റാണ്. കാണാം ആ വിസ്മയ കാഴ്ച. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ള പ്രവേശന കവാടം ഏറെ അത്ഭുതം നിറഞ്ഞ ആ ഒരു കാഴ്ചയാണ്. ശ്രീ ജയൻ പാലറ്റിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രവേശന കവാടം ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ കാഴ്ചകൾ നമുക്ക് കണ്ടു തന്നെ വരാം.
സാറിന്റെ പേരെന്താ? എൻ്റെ പേര് മുരളീധരൻ. മുരളീധരൻ. എന്താണ് സമിതിയിലെ സ്റ്റേജൻ ഗേറ്റിന്റെ കൺവീനറാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പെരുങ്കളിയാട്ടം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യമായിട്ട് നമ്മൾ മനസ്സിൽ വരുന്നത് ഒരു പുതുമ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ അടുത്ത് കണ്ടിടത്തോളം വെച്ച് കഴിഞ്ഞ പെരുങ്കളിയാട്ടത്തിൽ കോറം ഉച്ചോട്ടാണ് ഫസ്റ്റ് നമ്മളിത് കണ്ടത്. അപ്പോൾ പെരുങ്കളിയാട്ടം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായിട്ട് ഒരു പുതുമ രീതിയിൽ തന്നെ പാലട്ട ചേട്ടനെ സമീപിച്ചു. അപ്പോൾ അദ്ദേഹം അത് നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ചെയ്യാവുന്ന രീതിയിൽ കൂടി സംസാരിച്ചു. അപ്പോൾ അയാളുടെ നിർദ്ദേശപ്രകാരം ഒരു മുച്ചിലോട്ട് ഭഗവതിയുടെ ഒരു ത്രിമാന രൂപം ചെയ്തു തരാനുള്ള അഭിപ്രായം പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ രീതിയിൽ ഈ കാര്യം ചെയ്തു വെച്ചത്. അപ്പോൾ നല്ലൊരു അഭിപ്രായം വന്നു, ജനങ്ങളുടെ നല്ലൊരു പോസിറ്റീവ്. അതെ, നമുക്ക് കാണുമ്പോൾ പുറത്തുനിന്ന് കയറി വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. എന്നാൽ മുകളിലോട്ട് നോക്കി ഫോട്ടോ കൂടി പകർത്തുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ രൂപം അല്ലെ, മുച്ചിലോട്ട് ഭഗവതിയുടെ ശരിയായ രീതിയിലുള്ള ഒരു ചിത്രം നമുക്ക് കാണാൻ വേണ്ടി വരുന്നുണ്ട് അല്ലെ. ഒരുപാട് ആളുകൾ ഫോട്ടോ എടുക്കാൻ മറ്റുമായി വരുന്നുണ്ട് അല്ലെ. ഒരുപാട് ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. എത്ര ദിവസം കൊണ്ടാണ് ഇത് പൂർത്തിയാക്കിയത്? ഇതൊരു 6 ദിവസം എടുത്തിട്ടുണ്ടാവും. ആദ്യമായി വന്ന് അതിന്റെ സാധനങ്ങൾ അളവെല്ലാം എടുത്ത് പോയി, പിന്നെ അതിനുശേഷം സാധനങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ ഫിറ്റാക്കിയത്. അപ്പോൾ ദിവസങ്ങളോളം ഒരാഴ്ചക്കടുത്ത് 10-15 പേരുണ്ട്. 15 പേര്. അതുപോലെ തന്നെ മീറ്ററുകളോളം ദൂരത്തില് നമ്മുടെ ഓല കൊണ്ടൊക്കെ നല്ല മനോഹരമായ സംഭവങ്ങളൊക്കെ ഇതിന് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പ്രവേശന കവാടവും വളരെ മനോഹരമായിട്ട് തന്നെ ചിത്രീകരിക്കാൻ വേണ്ടി ചർച്ച ചെയ്യപ്പെട്ട. ഏതായാലും ഈ പെരുങ്കളിയാട്ടത്തിലെ ഒരു പ്രധാന ചർച്ച തന്നെയാണ് അല്ലെ നമ്മുടെ ഈ മുച്ചിലോട്ട് ഭഗവതിയുടെ ഈ രൂപം. ഒരുപാട് ആളുകളാണ് ഈ മുച്ചിലോട്ട് ഭഗവതിയുടെ ത്രിമാന ചിത്രം കാണാനും അതുപോലെ തന്നെ ക്യാമറയിൽ പകർത്താനും സെൽഫി എടുക്കുന്നതിനും മറ്റുമായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്കിന്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരും മാലിന്യ നിർമ്മാർജ്ജനത്തിനായി അക്ഷീണ പരിശ്രമം നടത്തുകയാണ്. എന്നാൽ നമ്മുടെ നാട്ടുകാരിൽ ചിലർ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ കുറ്റകരമായ പിഴവുകളാണ് വരുത്തുന്നതെന്ന് നമ്മുടെ തെരുവോരങ്ങൾ പറയും. അത്തരമൊരു കാഴ്ചയിലേക്ക്. രൂക്ഷമായ ദുർഗന്ധം വമിക്കുന്നതുകൊണ്ടാണ് ഈച്ചകൾ വട്ടമിട്ട് പറക്കുന്ന ഈ കവർ ശ്രദ്ധിക്കപ്പെട്ടത്. അകത്ത് ഏതോ ജീവിയുടെ ജഡമാണ്. സ്വന്തം വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ ആരോ റോഡരികിൽ ഉപേക്ഷിച്ച് തടി തപ്പിയതാണ്. റോഡരികിൽ ഉപേക്ഷിച്ച ഏതോ ജീവിയുടെ ജഡത്തോടെ തള്ളിയ ഈ സഞ്ചി ഒരു വാർത്തയാണോ, ന്യൂസ് മെറ്റീരിയലാണോ? ചിലർക്കെങ്കിലും അങ്ങനെയൊരു സംശയം തോന്നാം. എന്നാൽ ഇതിലെ വാർത്ത ഇത്രയും വികൃത മനോനിലയുള്ളവർ നമുക്കിടയിലുണ്ട് എന്ന ലജ്ജാകരമായ യാഥാർത്ഥ്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ്. തൻ്റെ വീട്ടിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യത്തിന് മണ്ണിൽ ലയിക്കുവാനുള്ള സാധ്യത പോലും ഇല്ലാതാക്കി ജനസാന്ദ്രതയുള്ള റോഡരികിൽ തള്ളുന്നത് എന്ത് മനോനിലയാണ്? ദുർഗന്ധം വമിക്കുന്ന ഇത്തരം മാലിന്യങ്ങൾ ഉണ്ടാക്കാനിടയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പോലും ഇത്തരം ആളുകൾ ചിന്തിക്കുന്നേയില്ല. കുട്ടികൾ മുതൽ പ്രായമായവർ പോലും നടന്നു പോകുന്ന വഴിയോരത്താണ് പുത്തൻ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ ഈ മാലിന്യ പ്രയോഗം. തൻ്റെ വീടും പറമ്പും ശുചീകരിച്ച് മാലിന്യം റോഡരികിൽ തള്ളുന്ന മനോനില ഇനിയെങ്കിലും മാറിയേ തീരൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് പയ്യന്നൂരിലെ മൂരിക്കോവൽ മുത്തപ്പൻ റോഡിലാണ്. എനിക്ക് പുറകിൽ കാണുന്ന ഈ കവറിൽ ഏതോ ഒരു ജീവിയുടെ ജീർണിച്ച ജഡമാണ്. പയ്യന്നൂരിനെ ക്ലീൻ സിറ്റിയാക്കി മാറ്റുവാൻ വേണ്ടി അധികൃതർ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുകയാണ്, സ്വാപ്പ് ഷോപ്പ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ തുറന്നുകൊണ്ട്. പക്ഷേ അധികാരികൾ മാത്രം ഇതിനായി പണിപ്പെട്ടാൽ മതിയോ? ബോധവൽക്കരണം നടത്തിയാൽ മതിയോ? നമ്മൾ കൂടി കുറച്ച് മാറേണ്ടതില്ലേ എന്നൊക്കെയാണ് നമ്മുടെ ഈ വഴിയോരങ്ങളൊക്കെയും നമ്മളെ പഠിപ്പിക്കുന്നത്. മാലിന്യങ്ങൾ, വീട്ടിലുണ്ടാകുന്ന എല്ലാ മാലിന്യങ്ങളും റോഡിൽ കൊണ്ടു തള്ളുന്ന ഒരു സംസ്കാരം കുറെ കാലമായി തന്നെ മലയാളിക്കുണ്ട്. ഇനിയും മാറാൻ ഒട്ടും തന്നെ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നതും. പക്ഷെ അതിലേറെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായി പോയി ഈ കവറിൽ കാണുന്നത്. കാരണം ഒന്നുമല്ല, 2 കവറുകളിൽ, പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞാണ് ഈ ജീവിയുടെ ജഡം ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും മണ്ണിൽ അലിഞ്ഞു ചേരുവാനും
ചെയ്യാനുള്ള ഒരു സാധ്യത പോലും ഇല്ലാത്ത വിധത്തിൽ ഇത് ചെയ്യുമ്പോൾ ഇതിന് പരിസരത്തുള്ളവർക്ക് ഇതിന്റെ നാറ്റം സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ്, അല്ലെങ്കിൽ അത് മണ്ണിൽ അലിഞ്ഞു ചേരുന്നില്ല എന്ന് പറയുമ്പോൾ കുറേ നാളത്തേക്ക് നമുക്ക് ഈ ഒരു വേസ്റ്റ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് കാണേണ്ടി വരും. ഇത്തരത്തിലുള്ള ഒരു ചിന്തയും നമ്മുടെ പരിസരം മലിനീകരമാക്കുന്നതിനോ അല്ലെങ്കിൽ റോഡരികുകൾ മലിനീകരിക്കപ്പെടുന്നതിനോ യാതൊരു കുറ്റബോധവും ഇല്ലാത്ത ഒരു തലമുറയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത് എന്നത് ലജ്ജിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ, നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി. CPIM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സൈനികർ, അർദ്ധസൈനികർ, വിമുക്ത ഭടന്മാർ എന്നിവരെ ആദരിച്ചു. പയ്യന്നൂർ റൂറൽ ബാങ്ക് ഹാളിൽ CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. CPIM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സൈനിക, അർദ്ധസൈനിക, വിമുക്ത ഭടന്മാർക്ക് ആദരം നൽകി. പയ്യന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യപരമായി മതനിരപേക്ഷതയുടെ അടിസ്ഥാനത്തിൽ മതവിശ്വാസികളടക്കം ഒന്നിച്ചു നിന്ന് പൊരുതുന്നതിന് പകരം വർഗീയതയുടെയും തീവ്രവാദത്തിന്റെയും നിലപാട് ചിലർ സ്വീകരിക്കുകയാണ്. അത് ന്യൂനപക്ഷ വർഗീയതയുടെ വക്താക്കളാണ്. അത് സമൂഹത്തിൽ SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നീ പേരുകളിൽ പ്രവർത്തിക്കുന്നവരാണ്. അതുപോലെ സമീപകാലത്ത് 2019 മുതൽ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച ഒരു സംഘടനയാണ് കാസ. ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അവർ പ്രചരിപ്പിക്കുന്നത് മുസ്ലിങ്ങളാണ് ശത്രുക്കളെന്നാണ്. അഡ്വക്കേറ്റ് P സന്തോഷ്, മുൻ MLA C കൃഷ്ണൻ, V നാരായണൻ, ഷരിൻ ശശി, M ആനന്ദൻ, P മുരളീധരൻ, PV രവീന്ദ്രൻ തുടങ്ങിയവർ ആദരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കൗതുക കാഴ്ചയായി മാറുകയാണ് മാതമംഗലത്തെ എണ്ണയാട്ടുന്ന ചക്ക്. മാതമംഗലം മുച്ചിലോട്ട് പെരുങ്കളിയാട്ട മഹോത്സവം പ്രചരണത്തിന്റെ ഭാഗമായാണ് പരമ്പരാഗതമായ രീതിയിൽ എണ്ണയെടുക്കുന്ന ചക്കും കാളയും ശില്പം ഒരുക്കിയത്. മാതമംഗലം മുച്ചിലോട്ട് പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ പ്രചരണത്തിന് വ്യത്യസ്തമായ രീതിയിലുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രചരണ പരിപാടികളാണ് നടത്തിയിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നമ്മുടെ ചക്ക് ഉപയോഗിച്ച് എണ്ണയാട്ടുന്ന, അതായത് കാളകളെ ഉപയോഗിച്ചുകൊണ്ട് എണ്ണ ആട്ടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, പരമ്പരാഗതമായ രീതി. ആ രീതിയിലുള്ള ഒരു സംവിധാനം വളരെയധികം ജനങ്ങളെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് തന്നെ നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. സംഘാടക സമിതിയുമായി ബന്ധപ്പെട്ട ഭാരവാഹികൾ നമ്മളോടൊപ്പം ചേരുകയാണ്. നമസ്കാരം, പേരെന്താ? എൻ്റെ പേര് M വിനോദ്. സംഘാടക സമിതിയുടെ ഒരു കൺവീനറാണ്. അപ്പോൾ ഇവിടെ ഇവിടെ പുരാതനമായ ഒരു എണ്ണയാട്ട് രീതിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മുച്ചിലോട്ട് ഭഗവതിയെ ആരാധിക്കുന്ന എന്ന് പറഞ്ഞാൽ അതിനെ ഏറ്റെടുത്ത് നടത്തുന്ന വാണിയ സമുദായത്തിൻ്റെ ഒരു കുലത്തൊഴിൽ കൂടിയാണ് ഈ എണ്ണയാട്ട്. അതിൻ്റെ കൂടി ഭാഗമാണ് ഇത് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു പഴയ ഓർമ്മകളൊക്കെ എങ്ങനെ നമ്മുടെ ഇൻസ്റ്റലേഷൻ വർക്കിലൂടെ പ്രചരണത്തിന്റെ ഭാഗമായി ഉപയോഗിക്കാമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് സംഘാടക സമിതി ഇങ്ങനെയുള്ള പ്രചരണ ശില്പങ്ങൾ ഇവിടെയും ഇതും അതുപോലെ മറ്റുള്ള കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഏറെ കൗതുകകരമായിട്ടുള്ള ഈ എണ്ണയാട്ടുന്ന ഇത് ആരുടെ നേതൃത്വത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇതിന്റെ ഇൻസ്റ്റലേഷന്റെ ഒരു റീആർട്ട് വർക്കാണ്. പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ധൻരാജ് മണിയാട്ട് എന്ന ഇതിന്റെ ഒരു ആർട്ടിസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇതിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഇവിടുത്തെ തൊഴിലാളികളായ നമ്മുടെ കൃഷ്ണേട്ടനും അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മേൽക്കൂര ഓലയും അതുപോലെ പുല്ലും മേഞ്ഞിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ചാണകം മെഴിയ തുമ്പ് ഒക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് ഇത് ഏറ്റവും പരിശുദ്ധമായി കാണുന്ന ഒന്നാണ് ചക്കാല. അപ്പോൾ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ പണ്ട് കാലത്ത് വീട്ടിൽ വിളക്ക് കത്തിച്ച് വളരെ ദൈവികമായ ഒരു ചൈതന്യം കുടികൊള്ളുന്ന ഒരിടമായിട്ടാണ് നമ്മൾ ചക്കാലയെ സങ്കല്പിക്കുന്നത്. അവിടെ വിളക്ക് കൊളുത്തി അത്രയും പരിപാവനമായ ഒരു ഇതായിട്ടാണ് ചക്കാല കാണുന്നത്. അപ്പോൾ ഇന്നും അത് അതുപോലെ നിലനിർത്തി പോകുന്ന വീടുകളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ചക്കാല നമ്മുടെ നാട്ടിൽ നിന്നും അന്യമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. എങ്കിലും ഇത്തരത്തിലെങ്കിലും നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇത് കാണാൻ സാധിച്ചു എന്നത് ഈ മാതമംഗലത്തെ പെരുങ്കളിയാട്ടത്തിന്റെ ഒരു പ്രത്യേക എടുത്തു പറയേണ്ട ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് അല്ലെ. തീർച്ചയായും നമ്മൾ ഇതുപോലുള്ള കുറെ ഓർമ്മകൾ നമ്മളിവിടെ റേഡിയോന്റെ ഒരു ശില്പം, നിങ്ങൾ പ്രചരണ ശില്പം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതുപോലെ ഇത് തന്നെ. അപ്പോൾ ഇതിൽ നമ്മൾ ഏറെ ആളുകൾ ഇവിടെ വന്ന് നിൽക്കുകയും സെൽഫി എടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു നമ്മുടെ പരമ്പരാഗതമായ ഒരു തൊഴിൽ കൂടിയാണിത്. അതിൻ്റെ കൂടി ഒരു
പ്രചരണം, അത് ഇന്നത്തെ കുട്ടികൾക്ക് എന്താണ് യന്ത്ര സാങ്കേതിക വിദ്യയുടെ കാലത്ത് ഇത്തരം തൊഴിലുകൾ, ഒരു പ്രാചീനമായ അനുഭവങ്ങൾ കൊടുക്കുക എന്നുള്ളത് കൂടി ഈ ഒരു പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി സംഘാടക സമിതി അതിന്റെ പ്രചരണ വിഭാഗമൊക്കെ ആലോചിച്ചതാണ്. അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് ഈ ഒരു രീതിയിൽ ഒരുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഏറെ മനോഹരമായിരിക്കുകയാണ് ഈ ചക്കാലയും, അതുപോലെ തന്നെ ഇവരുടെ പ്രചരണ രീതിയൊക്കെ വളരെ അധികം ശ്രദ്ധിക്കപ്പെടുകയാണ്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവും, നെറ്റ്വർക്ക് ന്യൂസ്. കശുവണ്ടി കർഷകരെ ആശങ്കയിലാഴ്ത്തി കശുമാവുകൾ കരിഞ്ഞുണങ്ങുന്നു. ഉൽപാദന സീസൺ ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ പൂക്കളും കശുമാവും കരിഞ്ഞുണങ്ങുന്നത് കർഷകർക്ക് തിരിച്ചടിയാവുകയാണ്. കശുമാവിന്റെ പൂക്കളും കശുമാവ് തന്നെയും കരിഞ്ഞുണങ്ങുന്നത് കർഷകർക്ക് തിരിച്ചടിയാകുന്നു. കശുമാവ് തോട്ടങ്ങളിൽ ഏറെയും മറ്റു പല വിളകൾക്കും വഴിമാറിയപ്പോഴും പിടിച്ചുനിന്നവർക്ക് കുറെ കാലമായി വലിയ ഗുണമൊന്നും കിട്ടുന്നില്ല. കശുവണ്ടി സീസൺ തുടങ്ങുന്നതിന് മുൻപ് തന്നെ മാവും പൂക്കളും കരിയുന്ന കാഴ്ചയാണ് എങ്ങും. താമസിച്ചു പെയ്ത മഴയാണ് കശുമാവിൻ പൂക്കൾ കരിയുന്നതിന് കാരണമെന്ന് കർഷകർ പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യം വരെ ഇത് നല്ല അണ്ടി കിട്ടിയ തോട്ടാണ്. ഇപ്രാവശ്യത്തിൽ ആ വർഷത്തിൽ 2 മഴ അടുപ്പിച്ച് പെയ്തതുകൊണ്ട് ഒരുപോലെ വിരിഞ്ഞി അതെല്ലാം ആ മഴ വന്നിട്ട് നശിച്ചു പോയിട്ട് അവസാനം കൊലയും തിരി വരെ കരിഞ്ഞ് ഇല വരെ കരിഞ്ഞിട്ടില്ല സാഹചര്യം. നമ്മൾ ഈ ടീമിൽ പ്ലാന്റേഷൻ പാട്ടെടുക്കുന്ന ആളാണ്. അവിടെ പോയി നോക്കുമ്പോൾ കാട് ഇതേപോലെ തന്നെ വഡ് കശുമാവിന് ഏറ്റവും കൂടുതൽ ബാധിച്ചിനി ഈ ആ മഴ വന്നതുകൊണ്ട്. അല്ലെങ്കിൽ കുറച്ചുകൂടെ കിട്ടുന്നുണ്ട്. ഇപ്രാവശ്യം തീരെയില്ല. ഈ വളപ്പിൽ എൻ്റെ വളപ്പിൽ ഒരു 2-3 കിൻഡൽ അണ്ടി കിട്ടുന്നതാണ്. ഇക്കൊല്ലം ഒന്നും ഉണ്ടാവില്ല, എല്ലാം നശിച്ചു പോയിട്ടാണ്. ഇങ്ങനെ പോയാൽ അവശേഷിക്കുന്ന കശുമാവിൻ തോട്ടങ്ങൾ കൂടി ഇല്ലാതാകുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവെക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കോൺഗ്രസ് എസ് പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനം ഭരണഘടനാ സംരക്ഷണ ദിനമായി ആചരിച്ചു. ജില്ലാ പ്രസിഡന്റ് കെ ജയപ്രകാശ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് എസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനം ഭരണഘടനാ സംരക്ഷണ ദിനമായി ആചരിച്ചു. ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും ഭരണഘടനാ സംരക്ഷണ പ്രതിജ്ഞയും എടുത്തു. ഭാരതത്തിന്റെ ജനാധിപത്യ രാജ്യമായി നിലനിർത്തുന്ന എന്റെ ഭരണഘടനയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ജില്ലാ പ്രസിഡന്റ് കെ ജയപ്രകാശ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദേശീയ പ്രസ്ഥാനത്തിന്റെ പിന്തുടർച്ചാവകാശിയായിട്ടുള്ള കോൺഗ്രസ് എന്ന സംഘടന, രാഷ്ട്രീയ പാർട്ടി ഇത്തരത്തിലൊരു പരിപാടിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് തീർച്ചയായും അഭിമാനത്തിന് വക നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ബ്ലോക്ക് പ്രസിഡന്റ് പി ജയൻ അധ്യക്ഷത വഹിച്ചു. കെ രാഘവൻ, കെ വി ഗിരീഷ്, കെ വി ദാമോദരൻ, കെ ഷീല, ജോസ് മറ്റത്തിൽ, എം ടി സുരേഷ് കുമാർ, ഇ പി രതീശൻ, ഇ വി സത്യനാഥൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് പയ്യന്നൂർ ഏപ്പോളിന്റെ നേതൃത്വത്തിൽ യാത്രയപ്പും ഉപഹാര സമർപ്പണവും നടന്നു. പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്ന യാത്രയപ്പ് ചടങ്ങ് ജില്ലാ പ്രസിഡന്റും ദേശീയ സെക്രട്ടറിയുമായ ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം ഉദ്ഘാടനം ചെയ്തു. കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് പയ്യന്നൂർ ഏപ്പോൾ യാത്രയപ്പും ഉപഹാര സമർപ്പണവും പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. INTUC ജില്ലാ പ്രസിഡന്റും ദേശീയ സെക്രട്ടറിയുമായ ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം യാത്രയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വളരെ നല്ല ബന്ധത്തിൽ, നല്ല സ്നേഹത്തിൽ, കുടുംബത്തിലെ അംഗങ്ങളെ പോലെ സമൂഹത്തിന് വേണ്ടി ഒരു തൊഴിൽ ചെയ്യുമ്പോൾ, നമുക്കറിയാം, ഒരു ടൗണിൽ തൊഴിൽ ചെയ്യുമ്പോൾ ആ ടൗണിലെ തൊഴിൽ ചെയ്യുന്ന ആളുകൾ മാത്രമല്ല അവർ. നമുക്കറിയാം, ഒരു ടൗണിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ, ഒരു അത്യാഹിതം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോൾ, ഒരു അപകടം ഉണ്ടാകുമ്പോഴൊക്കെ ആദ്യം ഓടിയെത്തി അവരെ സംരക്ഷിക്കാൻ, അവരെ രക്ഷപ്പെടുത്താൻ, അവരുടെ കാര്യങ്ങൾ നോക്കാൻ ആ സമയങ്ങളിലൊന്നും പോലീസോ ഫയർഫോഴ്സോ അതിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരോ ഒന്നും എത്തുന്നതിന് മുൻപ് തന്നെ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും മുന്നിൽ ജീവൻ പോലും നിർവഹിച്ചു നടത്തുന്ന വളരെ CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. UV രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. M പ്രദീപ് കുമാർ, AP നാരായണൻ, K മോഹനൻ, KV ജഗദീശൻ, KV മോഹനൻ, TT രാജൻ, VV നിധീഷ്, K ഭവിത്ത്, M രജിത്ത്, EGG, NV സുധീർ കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ചെറുതാഴം കുടുംബാരോഗ്യ കേന്ദ്രം റെഡ് സ്റ്റാർ കോവൽ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയം സംയുക്താഭിമുഖ്യത്തിൽ ക്ഷയരോഗ നിർണയ ക്യാമ്പും ജീവിതശൈലി ക്ലിനിക് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ക്ഷയരോഗമുക്ത ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്.
ചെറുതാഴം ഗ്രാമപഞ്ചായത്ത്, ചെറുതാഴം കുടുംബാരോഗ്യ കേന്ദ്രം, റെഡ് സ്റ്റാർ കോവൽ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയം എന്നിവയുടെ നേതൃത്വത്തിൽ ക്ഷയരോഗമുക്ത കേരളത്തിനായി ഒരു ജനകീയ മുന്നേറ്റം 100 ദിന ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ഷയരോഗ നിർണയ ക്യാമ്പും ജീവിതശൈലി ക്ലിനിക് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. 14ാം വാർഡ് മെമ്പർ യു രാധ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് മാഷ് കുറച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ക്ഷയരോഗമുക്ത പഞ്ചായത്തിന്റെ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കേസുകളുണ്ട്. നിങ്ങൾ ചിലപ്പോൾ അറിയുന്നുണ്ട്, ആരോഗ്യ വകുപ്പിന് കൃത്യമായ കണക്കുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രദേശത്ത് എത്രത്തോളം ക്ഷയരോഗികൾ ഉണ്ടെന്നും നമ്മൾ മരുന്ന് കൊടുക്കുന്നതുകൊണ്ട് നമുക്കറിയാം. നമ്മൾ പബ്ലിക് ആക്കുന്നില്ലാതെ നമ്മുടെ മനസ്സിലുണ്ട്, ആരുടെ എഴുതുന്നില്ല കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇത്തരം ക്യാമ്പുകൾ വെക്കുന്നത്. ഇത്തരം ക്യാമ്പുകളിലൂടെ നമുക്കത് പരിശോധിച്ചുകൊണ്ട് നമുക്കതിന്റെ ആ രോഗത്തെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി പറ്റും. വസുമതി AV അധ്യക്ഷത വഹിച്ചു. സീന കെ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. PP ബാലൻ മാസ്റ്റർ, ഉമേഷ് PV, ബിനി വി നായർ, ഷാൻഡി കെ, AK ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വീടുകളുടെ 4 ചുവരുകൾക്കുള്ളിൽ കഴിയേണ്ടി വരുന്നവർ ഒരിടത്ത് ചേരാൻ അവസരമൊരുങ്ങിയപ്പോൾ സങ്കടങ്ങൾ മാറ്റിവെച്ച് ആഹ്ലാദങ്ങളിൽ പങ്കുചേർന്ന് പാലിയേറ്റീവ് രോഗികളും ബന്ധുക്കളും. ചെറുവത്തൂർ യൂണിറ്റി കൈതക്കാട് നോ പാലിയേറ്റീവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് കിടപ്പ് രോഗികളെയും കുടുംബാംഗങ്ങളെയും ഒരു പകൽ ഒരുമിച്ച് ചേർത്തത്. ഷറഫ് കോളേജിന്റെ കൈതക്കാട് ക്യാമ്പസിൽ നടന്ന രോഗി ബന്ധു സംഗമത്തിൽ പാട്ടുകൾ പാടിയും സൗഹൃദങ്ങൾ പങ്കുവച്ചും പ്രൊഫഷണൽ ഗായകർക്കൊപ്പം ചുവടുവെച്ചും ഇഷ്ടമുള്ള ആഹാരം കഴിച്ചും അവർക്ക് മറക്കാനാവാത്ത ദിനമായി മാറി. ചെറുവത്തൂരിലെയും പരിസരത്തെ 5 തദ്ദേശ സ്ഥാപന പരിധിയിലെയും 150 കിടപ്പ് രോഗികൾ ഉൾപ്പെടെ 800-ൽ പരം പേർ സംഗമത്തിൽ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങേത് രോഗി ബന്ധു സംഗമം ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം ചെയർമാൻ TKC അബ്ദുൽ ഖാദർ ഹാജി അധ്യക്ഷത വഹിച്ചു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള മുഖ്യാതിഥിയായി. പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനായ അമർഷാൻ തലശ്ശേരി, ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത്, വെള്ളരിക്കുണ്ട് പോലീസ് ഇൻസ്പെക്ടർ T മുകുന്ദൻ, ഡോക്ടർ TP മുഹമ്മദ് ഹാരിസ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. പാലിയേറ്റീവ് രോഗികൾക്ക് യൂണിറ്റ് പ്രസിഡന്റ് C ഷംസുദ്ദീൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അഷ്റഫ് പയ്യന്നൂർ, ആദിൽ അത്തു എന്നിവരുടെ നേതൃത്വത്തിൽ സംഗീത വിരുന്നുമൊരുക്കി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കണ്ണപുരം യൂണിറ്റ് ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും ചെറുകുന്ന് രാജധാനി ഓഡിറ്റോറിയത്തിൽ നടന്നു. കണ്ണൂർ ജില്ലാ എക്സ് സർവീസസ് ലീഗ് ജില്ലാ പ്രസിഡന്റ് വത്സരാജ് മാടയമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കണ്ണപുരം യൂണിറ്റ് ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും ചെറുകുന്ന് രാജധാനി ഓഡിറ്റോറിയത്തിൽ നടന്നു. കണ്ണൂർ ജില്ലാ എക്സ് സർവീസസ് ലീഗ് ജില്ലാ പ്രസിഡന്റ് വത്സരാജ് മടയമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രശ്നം നേരിട്ടത് ദുരിതം അനുഭവിച്ചത് നമ്മുടെ ഗ്രൂപ്പോടന്മാരും അവരുടെ ആശ്രിതരുമായ 14 പേർ അവിടെ ഡയാലിസിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ തലശ്ശേരിക്കാരനായതുകൊണ്ട് എനിക്കതിൽ നേരിട്ട് ഇടപെടാനും അതിനുള്ള പരിഹാരം കാണാനും സാധിച്ചു. അതായത് 14 പേർ പെട്ടെന്ന് ഡയാലിസിസ് നടത്തി. ഈ ഡയാലിസിസ് ചെയ്യുന്നവർക്കും അത് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ പറ്റി അറിയുന്നവർക്കും മാത്രമേ അതിനെപ്പറ്റി അറിയാൻ പറ്റൂ. അതായത് ഒരു യൂണിറ്റിൽ നിന്ന് നമ്മൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. KV ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ C സുരേന്ദ്രൻ, K നരേന്ദ്രൻ, TV രാധാമണി, N ശാന്ത, നാരായണൻ പയ്യാരട്ട, ശാന്തമ്മ T എന്നിവർ സംസാരിച്ചു. പക്ഷാഘാത ലക്ഷണവും മെഡിക്കൽ പരിഹാരവും എന്ന വിഷയത്തിൽ നീതു നരേന്ദ്രൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂരിൽ കുഞ്ഞിമംഗലം അസീസ് അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മൃതി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി അഡ്വക്കേറ്റ് K വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. അനുസ്മൃതി എന്ന പേരിൽ പയ്യന്നൂരിൽ സംഘടിപ്പിച്ച കുഞ്ഞിമംഗലം അസീസ് അനുസ്മരണം അഡ്വക്കേറ്റ് K വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. സമയത്തിന് അത്രയേ ഉള്ളൂ. 2 ദിവസത്തെ ഒരു ചിന്തകളും പ്രശ്നങ്ങളും പ്രചരണങ്ങളും മാത്രമേ കാണുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ മറവിയിലേക്ക് അങ്ങോട്ട് മാറിപ്പോവുകയും ചെയ്യുന്ന ഒരുപാട് കഴിഞ്ഞകാല പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ ഒക്കെ നമുക്കുണ്ട്. അത് പാടില്ല എന്ന് തീരുമാനിക്കാൻ ആരെങ്കിലും ഒരു 5 പേർ സംഘാടകരായി വരുന്നുണ്ടെങ്കിൽ അത് ഈ സമൂഹത്തോട് ചെയ്യുന്ന വലിയൊരു കടമയും കടപ്പാടുമാണ്. അത്തരത്തിൽ കുഞ്ഞിമംഗലം അസീസ് കെയുടെ ഓർമ്മകൾ പുതുക്കാൻ ഇതിൻ്റെ സംഘാടകർ തീരുമാനിക്കുകയും ഇത്തരത്തിൽ ഒരു സദസ്സ് ഇവിടെ കൊണ്ടുവരികയും അതിൽ വേദിയിലേക്ക് ഇത്രയും പ്രവർത്തകരെ എത്തിക്കുകയും ചെയ്തത്
വളരെ സന്തോഷകരമായ ഒരു സംഗതിയാണ്. നഗരസഭാ വൈസ് ചെയർമാൻ പി.വി. കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. കെ. ബാലകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഹനീഫ പെരിങ്ങോം, എം. നാരായണൻകുട്ടി, വി. നാരായണൻ, അഡ്വക്കേറ്റ് കെ.വി. ശശിധരൻ നമ്പ്യാർ, അഡ്വക്കേറ്റ് കെ. ശ്രീധരൻ, കെ.യു. വിജയകുമാർ, കെ. പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാട്ടൂൽ നോർത്ത് യുവജന കലാസമിതി കെട്ടിട ഉദ്ഘാടനം ജനുവരി 27 തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് മാട്ടൂലിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പഴയങ്ങാടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാട്ടൂൽ കാവിലെ പറമ്പ് യുവജന കലാസമിതിക്ക് വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെയും വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെയും ഉദ്ഘാടനം 2025 ജനുവരി 27 തിങ്കളാഴ്ച വിവിധ കലാപരിപാടികളോടെ നടക്കും. കെട്ടിട ഉദ്ഘാടനം വൈകുന്നേരം 5 മണിക്ക് സ്പീക്കർ A.N. ഷംസീർ നിർവഹിക്കും. ചടങ്ങിൽ ആദ്യകാല മെമ്പർമാരെ ആദരിക്കും. തുടർന്ന് വിവിധ കലാപരിപാടികളും ദൃശ്യവിസ്മയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കണ്ണൂർ പൊൻപുലരിയുടെ അകംപൊരുൾ നാടൻ കലാമേളയും അരങ്ങേറും. മാധ്യമസമ്മേളനത്തിൽ കെ. ശ്രീനിവാസൻ, കെ. പ്രജീഷ്, പി.വി. പ്രദീപൻ, കെ. ധനേഷ്, കെ. മോഹനൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ഓണക്കുന്ന് ടൗൺ ശുചീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M.V. അപ്പുകുട്ടൻ ശുചീകരണ ഉദ്ഘാടനം നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഓണക്കുന്ന് ടൗൺ ശുചീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M.V. അപ്പുകുട്ടൻ ശുചീകരണോദ്ഘാടനം നിർവഹിച്ചു. അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രവർത്തനങ്ങൾ 2 വർഷമായി സംസ്ഥാന സർക്കാർ അതിനായി തന്നെ വലിയ പദ്ധതികൾ തയ്യാറാക്കി പ്രവർത്തിച്ചു വരികയാണ്. ഇന്ന് റിപ്പബ്ലിക് ഡേ ആയ ഇന്ന് നമ്മുടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഗ്രേഡിംഗ് നിശ്ചയിക്കണം എന്നാണ് തിട്ടപ്പെട്ടിരുന്നത്. എല്ലാ പരിശോധനയും നടന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷത്തിൽ നിന്നും 90% പുരോഗതിയാണ് മാലിന്യം തിരിച്ചറിയുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുള്ളത്. ഓണക്കുന്ന് ടൗണിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A.V. ലേജു അധ്യക്ഷത വഹിച്ചു. A. ഷീജ, P.V. കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, നാരായണൻ മാസ്റ്റർ, തമ്പാൻ, മഹേഷ്, സ്മിത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരികൾ, A.V. സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. CPIM കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ജില്ലാ രാമന്തളി ലോക്കലിൽ മുഴുവൻ ബ്രാഞ്ചുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. നിരവധി ആളുകൾ ശുചീകരണ പ്രവൃത്തിയിൽ പങ്കെടുത്തു. CPIM കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ജില്ലയിലെ മുഴുവൻ ബ്രാഞ്ചുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. ഇതിന്റെ ഭാഗമായി രാമന്തളി ലോക്കലിലെ മുഴുവൻ ബ്രാഞ്ചുകളിലും നടന്ന ശുചീകരണ പ്രവർത്തനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. പെരളം LP സ്കൂളിൽ എൻഡോമെന്റ് വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം M. രാഘവൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പെരളം LP സ്കൂളിൽ എൻഡോമെന്റ് വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം M. രാഘവൻ എൻഡോമെന്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓരോ 5 വർഷം കൂടുമ്പോഴും തെരഞ്ഞെടുപ്പ് നടക്കുകയും ജനങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ചിട്ടുള്ള ആളുകൾ ഭരണാധികാരത്തിലെത്തുന്നതുമാണ് ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നത്. അപ്പോഴും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായി നടപ്പാക്കാനുള്ള ചുമതലയാണ് ഭരണാധികാരം ഏറ്റെടുക്കുന്നവർക്ക് നൽകുന്നത്. അത് വായിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തത് മതനിരപേക്ഷതയാണ്. ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിനകത്ത് ധാരാളം മതത്തിൽപ്പെട്ടവർ ജീവിക്കുന്നത്. ചടങ്ങിൽ C. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. K. രാമചന്ദ്രൻ മാസ്റ്റർ, KT. ബാലാമണി ടീച്ചർ, പ്രതീഷ് K. തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കാങ്കൂൽ വലിയച്ചാൽ ഗവൺമെന്റ് LP സ്കൂൾ 82-83 ബാച്ച് സ്മൃതി മധുരം പരിപാടി സംഘടിപ്പിച്ചു. പ്രശസ്ത പുല്ലാങ്കുഴൽ വിദ്വാൻ ജോൺസൺ പുഞ്ചക്കാട് സംഗമം ഉദ്ഘാടനം ചെയ്തു. വലിയച്ചാൽ ഗവൺമെന്റ് LP സ്കൂളിൽ 1982-83 ബാച്ച് സ്മൃതിമധുരം പരിപാടി സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പുല്ലാങ്കുഴൽ വിദഗ്ധൻ ജോൺസൺ പുഞ്ചക്കാട് സംഗമം ഉദ്ഘാടനം ചെയ്തു. ഈ കൂടിച്ചേരലിൽ ഒരു വർഷങ്ങളുടെ കാര്യങ്ങളൊക്കെ തമ്മിൽ പങ്കുവയ്ക്കേണ്ട ഒരു സമയത്ത് ഞാൻ ഒരു പ്രസംഗം
ചെയ്യുന്നത്. എന്നാലും ഒരു 10 മിനിറ്റ് സമയമെങ്കിലും സംസാരിക്കണം എന്ന് വിചാരിച്ചു. അതുകൂടാതെ ഞാൻ സംഗീത സത്യത്തിൽ വത്സരനെ വിളിച്ചതിൻ്റെ കാരണം ഈ പുല്ലാമ്പള്ളി കേൾക്കാനാണെന്ന് എനിക്കറിയാം. എന്നാലും 2 വാക്ക് ഞാൻ സംസാരിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ദിവസം നമ്മുടെ റിപ്പബ്ലിക് ഡേ, അതുപോലെ ആ ദിവസം തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്തത് നല്ലതാണ്. ചെറൂട്ട രമേശൻ അധ്യക്ഷത വഹിച്ചു. MV രാമൻ മാസ്റ്റർ, മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ തുടങ്ങിയ ഗുരുനാഥന്മാരെ ചടങ്ങിൽ വെച്ച് വത്സൻ പിലിക്കോട് ആദരിച്ചു. വത്സരാജൻ P, പ്രതാപ് കേശവൻ, മിനി V തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കുന്നരു കൂനത്ത് തറവാട് ശ്രീ ആര്യ പൂങ്കന്നി ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടന്നു. കുന്നരു കൂനോത്ത് തറവാട് ശ്രീ ആര്യപ്പൊങ്കന്നി ഭഗവതി ക്ഷേത്രത്തിൽ 11 വർഷങ്ങൾക്കു ശേഷം 3 ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി തന്ത്രി തെക്കേടത്ത് പാലക്കീഴിലത്ത് വിഷ്ണു നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും മറ്റ് വിശേഷാൽ പൂജകളും നടന്നു. ജനുവരി 27 രാവിലെ 4 മണിക്ക് പുതിയ ഭഗവതി രക്തചാമുണ്ടി വിഷ്ണുമൂർത്തി മടയിൽ ചാമുണ്ടി, വൈകിട്ട് 4 മണിക്ക് ആര്യപ്പൂങ്കന്നി ഭഗവതി തോറ്റം, നിറമാല, ദീപാരാധന, ഊർപ്പഴശ്ശി, വെള്ളാട്ടം എന്നിവ നടക്കും. രാത്രി 9 മണിക്ക് ആര്യപ്പൂങ്കന്നി ഭഗവതി തോറ്റം, ബപ്പിരിൻ ദൈവത്തിന്റെ തോറ്റം, ഊർപ്പഴശ്ശി ദൈവം എന്നിവ അരങ്ങിലെത്തും. ജനുവരി 28 കളിയാട്ട മഹോത്സവം സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജൈവ വൈവിധ്യ കേന്ദ്രമായ വാടായിപ്പാറയിൽ തീപിടുത്തം. ഞായറാഴ്ച ഉച്ചയോടെയാണ് തീപിടുത്തമുണ്ടായത്. ഏക്കറുകളോളം പുൽമേടുകൾ കത്തിച്ചാമ്പലായി. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ഷേണായ സ്ക്വയറിൽ പൊതുസമ്മേളനം നടന്നു. CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വർഗീയ വിരുദ്ധ ക്യാമ്പയിനും പ്രവർത്തക കൺവെൻഷനും സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ദിഷ്ണ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കശുവണ്ടി കർഷകരെ ആശങ്കയിലാഴ്ത്തി കശുമാവുകൾ കരിഞ്ഞുണങ്ങുന്നു. ഉൽപാദന സീസൺ ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ പൂക്കളും കശുമാവും കരിഞ്ഞുണങ്ങുന്നത് കർഷകർക്ക് തിരിച്ചടിയാവുന്നു. നെറ്റ്വർക്ക് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.